ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടില്ല ഞങ്ങള്. ഫൈസോ ആണ് മെയിൻ ആയിട്ട് കട്ടിംഗ് സ്പെഷ്യലിസ്റ്റ്. ചിക്കൻ, പച്ചക്കറി ഒക്കെ കട്ട് ചെയ്ത് ഫൈസോ തന്നെയായിരുന്നു. പിന്നെ കുക്കിംഗ് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് നല്ല ചുഴലിക്കാറ്റ് കേട്ടോ. അങ്ങനെ പതിവ് പോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഫൈസി പറഞ്ഞു സൂപ്പർ. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ, ഞാനല്ലേ ഉണ്ടാക്കിയേ. പിന്നെ ഈ ഒരുക്കം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെയെങ്ങാണ്ടൊക്കെ പോവാന്ന്. വേറെ എവിടേക്കല്ല, മീൻ മേടിക്കാൻ വേണ്ടി പോണതാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ റൂമിൽ കൊണ്ടുവച്ച് നമ്മൾ നേരെ വന്ന് അൽക്കബായിലാണ്. ഇവിടുത്തെ നാഷണൽ ഡേയുടെ ഒരുക്കങ്ങളാണ് കാണുന്നത്. പിന്നെ ക്യാരംസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്കൊന്ന് കളിക്കാനൊക്കെ ഒരു പുതിയ തോന്നി കേട്ടോ. ഒന്നും വാങ്ങാനില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തേരാപ്പാര നോക്കി നടക്കൂട്ടോ. എന്നാലും വാങ്ങിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതോടെ ഒരു ചെരുപ്പ് വാങ്ങിച്ചേ. പിന്നെ അല്ലറ ചില്ലറ അവിടെ കണ്ട സാധനങ്ങളും വാങ്ങിച്ചേ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ചായയും സമൂസയും, അതില്ലാണ്ട് ഒരു വീക്കെൻഡ് ഇല്ല. നേരെ നമ്മുടെ സ്ഥിരം പ്ലേസ് ലുലു. പിന്നെ എന്റെ ഫൈസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെർഫ്യൂം കണ്ടാൽ വിടില്ല. ഏത് ഷോപ്പ് കണ്ടാലും അവിടെയൊക്കെ കയറി ഇങ്ങനെ നോക്കിക്കും. ഇത്തവണ അത് വെറുതെ ആയില്ല കേട്ടോ. എനിക്കിതാ ഒരു പെർഫ്യൂം ഒക്കെ വാങ്ങി തന്നു പുള്ളിക്കാരൻ. അടുത്തതാ വാച്ചിന്റെ ഷോപ്പിൽ വന്നേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്തന്നെ മലബാർ ഗോൾഡ് ഉണ്ടെന്ന്. പക്ഷെ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്ന കൂടി ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഇത്തവണത്തെ വീക്കെൻഡ് കഴിഞ്ഞു. ബൈ ബൈ.